ഭൈരാങ്കാൻ ഷെഹൻഷായെ സ്നേഹിച്ച അത്രയും തന്നെ ഷെഹൻഷാ റഹീമിനെയും സ്നേഹിക്കുന്നുണ്ട്. അവിടത്തേക്ക് അറിയാമോ, ഇന്ന് ഷെഹൻഷാ കുതിരയായി മാറി റഹീമിനെ സവാരിക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഇവരെ കാരാഗ്രഹത്തിൽ ബന്ദിയാക്കുക. പിന്നെ നാം ആഗ്രഹിക്കുന്നത് ഇത് കണ്ടു നിൽക്കുന്നവരെല്ലാം ഇതൊരു മാതൃകയാക്കിക്കൊണ്ട് ഒരിക്കലും ആരും തന്നെ ഷെഹൻഷായെ എതിർത്ത് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കരുതെന്നാണ്. നമുക്ക് വിശ്വാസം വരുന്നില്ല. ഷെഹൻഷായുടെ മനസ്സിൽ അലിവുമുണ്ടെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ സദസ്സിൽ വെച്ച് ആ നിഷ്കളങ്കനായ കുഞ്ഞിന്റെ മാതാപിതാക്കളെ വേർപെടുത്തിക്കൊണ്ട് അവരെ ബന്ധികളാക്കി. എന്നിട്ട് ഇവിടെ വന്ന് വെറുതെ പിതൃസ്നേഹം അഭിനയിക്കുന്നു. അവിടുന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് ജ്യോതാ ബീഗം. ഏതു കുഞ്ഞിനെ കുറിച്ചാണ് അവിടുന്ന് സംസാരിക്കുന്നത്? ആ കുഞ്ഞിന്റെ മാതാപിതാക്കളെ അന്ന് തന്നെ സ്വതന്ത്രരാക്കിയിരുന്നു. ഞാൻ സമ്മതിക്കുന്നു, ഒരു ഷെഹൻഷാ എന്ന നിലയിൽ അദ്ദേഹത്തിന് പലപ്പോഴും അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു. എന്നാൽ ഷെഹൻഷായുടെ മനസ്സിലും സ്നേഹമെന്ന വികാരമെല്ലാം ഉണ്ട് ജ്യോത. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. റഹീമിനോടുള്ള പെരുമാറ്റത്തിലൂടെ ഷെഹൻഷാ മാത്രമല്ല, റുക്കിയ ബീഗവും റഹീമിനെ അത്ര തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ആദ്യമായി റുക്കിയ ബീഗത്തിന്റെ കണ്ണുകളിൽ കണ്ണുനീർ കണ്ടു. കണ്ണുനീരോ? റുഖയ ബീഗത്തിന്റെ കണ്ണുകളിലോ? അതെ, എന്തുകൊണ്ടില്ല? റുക്കിയ ബീഗം ഒരു സ്ത്രീ തന്നെയല്ലേ? ഒരു സ്ത്രീയുടെ ഹൃദയമെന്നാൽ ഒരു അമ്മയുടെ ഹൃദയമാണ്. റുക്കിയ ബീഗത്തിന് 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഷെഹൻഷായുമായുള്ള നിക്കാഹ് നടക്കുന്ന സമയത്ത്. അങ്ങേക്ക് നിക്കാഹിന് സമ്മതമാണോ? സമ്മതമാണ്. അവിടത്തേക്ക് നിക്കാഹിന് സമ്മതമാണോ? സമ്മതമാണ്. രണ്ടുപേരുടെയും ബാല്യകാലവും ഒരുമിച്ചായിരുന്നു. ഷെഹൻഷായും റുഖിയയും പരസ്പരം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. റുഖിയയ്ക്ക് ചെറുപ്പം മുതലേ ഷെഹൻഷായിൽ അവകാശം സ്ഥാപിക്കുന്നത് ശീലമായി. അങ്ങനെ ഷെഹൻഷായ്ക്കും റുഖിയ പറയുന്നതെല്ലാം അനുസരിക്കുന്ന ശീലമായി. പക്ഷെ വിഷമം ഇക്കാര്യത്തിൽ മാത്രമാ. റുഖിയയ്ക്ക് ഇതുവരെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം ഷെഹൻഷായ്ക്ക് നൽകാൻ സാധിച്ചില്ല. മുഗൾ വംശത്തിനൊരു പരമ്പരയെ. ബാബാ, അങ്ങേ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കൂ. മുഗൾ വംശത്തിന്റെ റാണിയായ ബഹുമാന്യയായ ഷെഹൻഷായുടെ ബീഗമായ ജോധാ ബീഗം കടന്നു വരികയാണ്. പ്രണാമം ഉമ്മ. അവിടുന്ന് നമ്മെ വിളിച്ചോ? അതെ, ഇരിക്കൂ. രാജരാജ വീര യോദ്ധാവ്, മുഗൾ സാമ്രാജ്യ അധിപൻ, മഹാവീരൻ, ഹിന്ദുസ്ഥാൻ ചക്രവർത്തി ഷെഹൻഷാ ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ ഇവിടേക്ക് എഴുന്നള്ളുന്നു. അവിടുന്ന് നമ്മെ വിളിപ്പിച്ചോ ഉമ്മ? അതെ, ഈ പുതിയ ദമ്പതികളെ ബാബയ്ക്ക് തന്റെ പ്രാർത്ഥനയിൽ അനുഗ്രഹിക്കണമെന്ന്. ബാബാ വരൂ, ഇരുന്നാലും. വരൂ, ഇരിക്കൂ. നമ്മുടെ പ്രാർത്ഥന ഈ നവദമ്പതിമാരോടൊപ്പം തന്നെയുണ്ട്. ഹമീദ ബീഗം, അവിടെ നിന്ന് എഴുതി വെച്ചോളൂ. ജോധയുടെയും ജലാലിന്റെയും ഈ ജോഡി പേര് കേൾപ്പിക്കും. മുഗൾ വംശത്തിന്റെ പേര് പ്രകാശിതമാക്കും. പിന്നെ എത്രയും വേഗം മുഗൾ വംശത്തിന് പരമ്പരയും ലഭിക്കുന്നതാണ്. ആമീൻ, സും ആമീൻ. ബാബാ, അങ്ങയിൽ നിന്നും ഈ സന്ദേശം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നാം പ്രതിജ്ഞ എടുക്കുകയാണ്, ആ സന്തോഷദിനം വന്നെത്തുന്നതുവരെ നാം അജ്മീറിലെ പള്ളിയിലേക്ക് കാൽനടയായി പോകുന്നതാണ്.
പിന്നെ തിരിച്ചും കാൽനടയായി തന്നെ വരുന്നതായിരിക്കും. നമ്മോട് ക്ഷമിച്ചാലും ഉമ്മ, അവിടത്തേക്ക് തോന്നുന്നില്ലേ ഇപ്പൊ പറഞ്ഞ കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന്? ഈ പ്രായത്തിൽ ഈ യാത്ര അവിടുത്തെ ആരോഗ്യത്തിന് നല്ലതല്ല. ഷഹൻഷാ പറഞ്ഞത് വളരെ ശരിയാണുമ്മ. അല്ല ജോധ, പ്രതിജ്ഞയെടുത്താൽ അത് പാലിക്കണം. മുഗൾ വംശത്തിന് പരമ്പരയിൽ ലഭിക്കുന്നതുവരെ നമ്മെ കൊണ്ടാകുന്നതെല്ലാം നാം ചെയ്യുക തന്നെ ചെയ്യും. അത് നമ്മുടെ തീരുമാനമാണ്. ഷഹൻഷാ, ജോധാ ബീഗം അങ്ങയെ കാണാനുള്ള അനുവാദത്തിനായി കാത്തു നിൽക്കുകയാണ്. അവളെ കടത്തിവിട്ടാലും? അങ്ങനെയാവട്ടെ. പറയൂ. ആദ്യം തന്നെ ഈ സമയത്ത് അങ്ങേ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ നമുക്ക് വരാതിരിക്കാനാവില്ല. ഉമ്മ ചെയ്തിരിക്കുന്ന ഈ പ്രതിജ്ഞ, അതേക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു. ആഗ്രയിൽ നിന്നും അജ്മീറിലേക്ക് എത്ര ദൂരമുണ്ട്? നമുക്കതറിയാം, എല്ലാം മനസ്സിലാകുന്നുമുണ്ട്. അങ്ങേക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അങ്ങേ വീണ്ടും മനസ്സിലാക്കേണ്ട ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? നാം കാരണം ഉമ്മയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വരണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നാം ഉമ്മയോട് അരുതെന്ന് പറഞ്ഞതല്ലേ? എന്നാൽ അങ്ങയുടെ വാക്കുകൾക്ക് ഉമ്മയുടെ പ്രതിജ്ഞയുടെ ബലമില്ലായിരുന്നു. ഒരു തവണ ബലപൂർവം പറഞ്ഞ് മനസ്സിലാക്കാൻ അങ്ങ് ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഉമ്മയോട് എങ്ങനെ പെരുമാറണമെന്ന് നാം നിന്നിൽ നിന്നുമാണ് പഠിക്കേണ്ടതല്ലേ? ചോദ്യത്തിനുള്ള ഉത്തരം ഒരിക്കലും മറ്റൊരു ചോദ്യമല്ല ഷഹൻഷാ. പലപ്പോഴും ഉത്തരം നൽകേണ്ടതായി വരും. പറയൂ, അങ്ങ് എങ്ങനെയാണ് ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത്? ബുദ്ധിമുട്ടാണ്, പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഉമ്മയെ അജ്മീറിലേക്ക് പോകുന്നതിൽ നിന്നും തടയാനായി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. പക്ഷെ അതിന് നമുക്ക് അവിടുത്തെ സഹായം ആവശ്യമാണ്. എന്ത് സഹായമാണ്? അവിടുത്തെ മാതാപിതാക്കളുടെ മുൻപിൽ നാം നാടകം കളിച്ചുകൊണ്ട് അവിടുത്തെ വാക്കിനെ സംരക്ഷിച്ചു. ഇനി അവിടുത്തെ അവസരമാണ്. നമ്മുടെ ഉമ്മയുടെ സന്തോഷത്തിനായി അവിടുന്നും ഒരു നാടകം കളിച്ചേ മതിയാകൂ. എന്ത് നാടകം? പക്ഷെ ആദ്യം ഇത് പറയൂ, അവിടുന്ന് ഈ നാടകം കളിക്കാൻ തയ്യാറാണെന്ന്. അഥവാ അവിടുത്തേക്ക് ഉമ്മയെക്കുറിച്ച് അത്രയധികം ചിന്തയുണ്ടെങ്കിൽ അവിടുന്ന് ഈ നാടകം കളിച്ചേ മതിയാകൂ. സത്യം ചെയ്യൂ, അവിടുന്ന് ഈ നാടകം കളിക്കാൻ വേണ്ടി തയ്യാറാണെന്ന്.
ഉമ്മ നമ്മുടെ ഒരു പരമ്പരയാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഉമ്മ അജ്മീറിലേക്ക് പോകുമെന്ന് പ്രതിജ്ഞ ചെയ്തത്. അഥവാ ഉമ്മ അവിടേക്ക് പോകണ്ട എന്നുണ്ടെങ്കിൽ അവിടുന്ന് എല്ലാവരുടെയും മുൻപിൽ ഈ കാര്യം സമ്മതിക്കണം. അവിടുന്ന് നമ്മുടെ കുഞ്ഞിന്റെ ഉമ്മയാകാൻ പോകുകയാണെന്ന്. എന്താ അങ്ങേക്ക് ഈ കാര്യം തമാശയാണോ തോന്നുന്നത്? അല്ല, നമുക്കിതൊന്നും ഒരിക്കലും ഒരു തമാശയല്ല. അവിടുത്തെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താനായി നാം നുണ പറഞ്ഞിരുന്നു. ഇപ്പോൾ അവിടുന്ന് നമ്മുടെ ഉമ്മയുടെ സന്തോഷത്തിനായി ഇങ്ങനെ നാടകം നടത്തണം. അതായത് അവിടുന്ന് നമുക്ക് പരമ്പര നൽകാൻ പോകുകയാണ്. ഇല്ല, ഇത് സംഭവ്യമേ അല്ല. നമുക്കറിയാമായിരുന്നു അവിടുത്തെ ഉത്തരം ഇതാണെന്ന്. ജലാൽ പറഞ്ഞത് ശരിയാണ് ഹമീദ ബീഗം. അവിടുന്ന് എടുത്ത പ്രതിജ്ഞ പ്രയാസമുള്ള കാര്യമാണ്. വലിയ കാര്യങ്ങൾ സാധിക്കുന്നതിന് വലിയ വില തന്നെയല്ലേ കൊടുക്കേണ്ടി വരുന്നത് ഇൽവദൻ? നാം ആഗ്രഹിക്കുന്നത് അതിലൂടെ ജലാലും ജ്യോതിയും ഒരുമിച്ച് നിൽക്കണമെന്നാണ്. ഒരുമിച്ച് നിൽക്കണമെന്നോ? അതിനവർ ഒരുമിച്ച് തന്നെയാണല്ലോ ഹമീദ ബീഗം. ഒരുമിച്ച് നിൽക്കുന്നതും അടുത്തടുത്ത് നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇൽവദൻ. നാം ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞ് അവരെ ഒന്നായി ചേർക്കണമെന്നാണ്. നാം ആ കുഞ്ഞിനായി കാത്തിരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കുമിടയിൽ പ്രണയമുണ്ടാകുന്ന, അത് കാരണം ജലാലും ജ്യോതിയും അടുക്കുക മാത്രമല്ല, രണ്ടുപേരും ഒന്നായി തീരുകയും ചെയ്യും. പടച്ചവൻ രക്ഷിക്കട്ടെ. വാശി കാണിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു? നാം ഗർഭിണിയാണെന്ന് അഭിനയിക്കുക, അതെങ്ങനെ സംഭവ്യമാകും? അവിടുന്ന് പറഞ്ഞത് വെച്ചിട്ട് ഷെഹൻഷാ രാജാവിന്റെയും റാണിയുടെയും അഭിമാനം കാത്തു. അതിന്റെ അർത്ഥം ഇതായിരുന്നില്ലല്ലോ, അദ്ദേഹം അവരെ കബളിപ്പിക്കുകയാണെന്ന്. ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ നാം ഒരു മാർഗവും കാണുന്നില്ല. നീ തന്നെ പറയ, നാം എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയുന്നത് കേൾക്കൂ. അവിടുന്ന് ഒരു തവണ റാണിയുമായി സംസാരിച്ചു നോക്കൂ. ഒരുപക്ഷെ അവർ അവിടത്തേക്ക് ഒരു മാർഗം കാണിച്ചു തരും. അതിനവർ ഞാൻ പറയുന്നത് കേക്കോ? നാം ഇവിടെ വന്നത് മുതൽ അവർ നമ്മോട് വൈരാഗ്യത്തോടെയാ പെരുമാറുന്നത്. എന്നാൽ ഒരു തവണ ഷെഹൻഷായോട് സംസാരിച്ചു നോക്കൂ. ഷെഹൻഷാ നമ്മെ എന്തിനാണ് സഹായിക്കുന്നത്? അദ്ദേഹമല്ലേ നമ്മെ ഈ പ്രശ്നത്തിൽ അകപ്പെടുത്തിയത്. പക്ഷെ ജ്യോത ഒരു തവണ മോത്തി, നിന്റെ കയ്യിൽ വേറെ മാർഗമുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ നീയും ഇവിടുന്ന് പൊക്കോളൂ. പക്ഷെ ഞാൻ അവിടെ നിന്നെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ഇക്കാര്യത്തെ കുറിച്ച് നമുക്ക് ആരോടും സംസാരിക്കുകയും വേണ്ട. കണ്ണനെ വിശ്വസിച്ചാലും ജ്യോത, എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും അദ്ദേഹം എന്തെങ്കിലും മാർഗം കാണിച്ചു തരും ജ്യോത. നമുക്ക് മനസ്സിലാകുന്നില്ല, ആ ബാബയ്ക്ക് അങ്ങനെയൊക്കെ പ്രവചിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? നമുക്ക് തോന്നുന്നത് ഫക്കീറിന്റെ മനോനില തകരാറിലാണെന്നാണ്. മുഗൾ വംശത്തിന്റെ പരമ്പര, അതും ജ്യോതാ ബീഗത്തിലൂടെ. അവളെ തൊടുന്നത് പോയിട്ട് ഒന്നും നേരെ നോക്കുക പോലുമില്ല ജലാൽ. എന്നിട്ട് അവൾ മുഗൾ വംശത്തിന് പരമ്പര നൽകുമെന്ന്. ശരി, നമുക്ക് കാണാം. ജലാലിനെ കൂടാതെ ഏത് മായാജാലത്തിലൂടെയാണ് ജ്യോതാ ബീഗം മുഗൾ വംശത്തിന് പരമ്പര നൽകുമെന്ന്. എന്തെങ്കിലും വഴി കാണിച്ചു തരൂ കണ്ണ. നാം നമ്മുടെ ഉമ്മയെ ഇത്രയും കഠിനമായ പ്രതിജ്ഞയിൽ നിന്നും എങ്ങനെ പിന്തിരിപ്പിക്കും? ഏത് ജലാലിനെയാണോ നാം ഇത്രയും വെറുക്കുന്നത്, അയാളോടൊപ്പം സൂക്ഷിച്ചു ബീഗം.
അവിടത്തേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇരിക്കി, സൂക്ഷിച്ച്. വേഗം ഹോജാസിറെ വിളിക്ക്. മുഗൾ വംശത്തിന് പരമ്പരയോ? അത് എത്രയോ തവണ റുഖിയ ബീഗം ആഗ്രഹിച്ചതാണ്. എന്നാൽ ഷെഹൻഷയ്ക്ക് അത് നൽകാനുള്ള ഭാഗ്യം റുഖിയ ബീഗത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പാവം, എത്ര കാലമായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി സ്വപ്നം കാണുകയാണ്. സ്വപ്നം കാണുന്നത് കുഞ്ഞിന് വേണ്ടിയല്ല നാസിമ ബീഗം, സ്ഥാനത്തിന് വേണ്ടിയാണ്. വംശത്തിന് പരമ്പരയെ നൽകിക്കൊണ്ട് അവർ എന്നേക്കുമായി ബീഗങ്ങളിലെ രാജ്ഞിയാകാനാണ് ആഗ്രഹിക്കുന്നത്. ആഗ്രഹം എന്തു തന്നെ ആയാലും അതൊന്നും ബീഗത്തിനെ കൊണ്ട് സാധിക്കാൻ പോകുന്നില്ല. നമുക്ക് വിശ്വാസമുണ്ട്, ഇപ്രാവശ്യവും സന്തോഷ വാർത്തയൊന്നും ലഭിക്കാൻ പോകുന്നില്ല. മിണ്ടാതിരിക്കെ. ഹോജാസിറ അകത്തേക്ക് പോകുന്നുണ്ട്. നമുക്കറിയാം നിങ്ങൾ വീണ്ടും അത് തന്നെയാവും പറയുക. നാം കേൾക്കാൻ ആഗ്രഹിക്കാത്തത്. പക്ഷെ വീണ്ടും മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. ജലാലിന് വംശത്തിന്റെ പരമ്പര നൽകണമെന്ന്. എങ്കിൽ വേഗം ഈ ദാസിക്ക് ദക്ഷിണ നൽകിയാലും ബീഗത്തിന്റെ ആഗ്രഹം ഇപ്രാവശ്യം സഫലമാകും. എന്താ പറഞ്ഞത്? എന്ന് വെച്ച പടച്ചവൻ അവിടുത്തെ പ്രാർത്ഥന കേട്ടു. വേഗം തന്നെ മുഗൾ വംശത്തിന് ഒരു പരമ്പരയെ നൽകാൻ അവിടത്തേക്ക് കഴിയുമെന്ന്. അവിടുന്ന് ഉമ്മയാകാൻ പോവാ. നാം കേട്ടില്ല, ഒരിക്കൽ കൂടി പറയൂ. അവിടുന്നൊരു ഉമ്മയാകാൻ പോവുകയാണെന്ന്. ഷെഹൻഷായ്ക്ക് ഒരു അവകാശി ഈ ലോകത്തേക്ക് വരാൻ പോവുകയാണെന്ന്. അവിടുന്ന് ഉമ്മ എന്ന് വിളിക്കാൻ പോവുകയാണെന്ന്. വേഗം തന്നെ അവൻ പുറത്തു വരും ബീഗം. ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ഇതെന്തിനാണെന്നറിയോ? ഈ വാർത്ത ഈ ചുമരുകൾക്ക് പുറത്തു പോകാതിരിക്കാൻ. പറഞ്ഞു കേട്ടിട്ടില്ലേ, ചുമരുകൾക്ക് പോലും ചെവിയുണ്ടെന്ന്. ഈ വാർത്ത കൊട്ടാരത്തിലെ ചുമരുകൾ പോലും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാം ഈ കാര്യം ജലാലിനോട് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റാരുടെയും ചെവിയിൽ പോലും എത്താൻ പാടില്ല. അങ്ങനെയാകട്ടെ ബീഗം. ആശംസകൾ റുഖിയ ബീഗം. എന്റെ പഠിച്ചോന്, അങ്ങേക്ക് ഒരുപാട് നന്ദി. അവിടെ നീയുള്ളവളുടെ പ്രാർത്ഥന കേട്ടല്ലോ. ഇയാളോട് അടുത്തേക്ക് പോകാനേ തോന്നുന്നില്ല. പക്ഷെ ഭഗവാന്റെ ആരതിയാണ്, അതുകൊണ്ട് പോയേ തീരൂ.
ഇദ്ദേഹം എന്തിനാ തലകുനിച്ചത്? നാം തലകുനിച്ചല്ലോ, പിന്നെ ഇവളെന്താ നമുക്ക് തിലകമണിയിക്കാത്തത്?